അവൾ എന്റെ ചേച്ചിയൊക്കെ തന്നെ. പക്ഷെ ഈ ഡിവോഴ്സ് ആയി അവളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. സനയുടെ വീട്ടുകാർക്ക് എന്റെ അടുത്ത് അകൽച്ച പോലെ. മിക്കവാറും എവള് കാരണം എന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? അവൾ എന്റെ മോളല്ലേ, നിന്റെ ചേച്ചിയല്ലേ, അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അമ്മക്ക് എന്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? സനയുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തെടുത്ത പാട് എനിക്കറിയാം. അപ്പോഴാണ് അവൾ മോളെ കൊണ്ട് കെട്ടിക്കയറി ഇങ്ങോട്ട് വന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും അവളോട് ഇറങ്ങിപ്പോവാൻ പറയാൻ പറ്റത്തില്ലടാ, അതും ആ പെങ്കൊച്ചിനെയും കൊണ്ട്. ഇറങ്ങിപ്പോവാൻ പറയണ്ട, കുറച്ചാൽ എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറ. അതിന് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. നീ സനമോളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അവളോടൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാലും അവൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവരുടെ പേടി ചേച്ചിയുടെ കാര്യങ്ങളിൽ എന്റെ തലയിലാവുന്ന. കുറ്റം പറയാനും പറ്റൂല. അവർക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ. കൃഷ്ണയും ഇവിടുത്തെ ഒറ്റ മോള് തന്നെയാണ്. ഭർത്താവിനെ ഉപേക്ഷിച്ചേ ആ കൊച്ചിനെയും കൊണ്ട് അവളിവിടെ വന്ന് നിൽക്കണമെങ്കിലേ അതിൽ എന്തെങ്കിലും കാര്യം കാണും. ആ കാരണം എന്താണെന്ന് അവൾ നമ്മളോട് പറഞ്ഞ? ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അമ്മയോടോ എന്നോട് അവൾ ചോദിച്ചോ? ഇല്ലല്ലോ. ഒരു ഒത്തുതീർപ്പിന് പോലും നോക്കാതല്ലേ അവൾ ആ ബന്ധം കളഞ്ഞിട്ട് വന്നത്. അമ്മ ഇനി എന്ത് പറഞ്ഞാലും ഇതിനൊരു തീരുമാനം കണ്ടെത്തിയേ പറ്റൂ. കൃഷ്ണ നിക്ക്. ഹായ് മക്കളെ. തനിക്ക് എന്താ വേണ്ടേ? താൻ എന്തിനാ ഞങ്ങളുടെ വഴി മുടക്കുന്നേ? ഷെടാ, ഇത്രയൊക്കെ ആയിട്ട് നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോ. എത്രയൊക്കെ ആയിട്ടും ജാട കളകൃഷ്ണ. ഇയാള് ഡിവോഴ്സ് ആയ കാര്യം നാട്ടിലെല്ലാവർക്കും ഇപ്പൊ അറിയാം. നാട് മുഴുവൻ കൊട്ടി ആഘോഷിച്ച് നടത്തിയ വലിയ കല്യാണമായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? തന്നോട് പറഞ്ഞ എല്ലാം ശരിയാവോ? ഇല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പറ്റിയാൽ തന്നെ അത് ഞാൻ തന്നോട് പറയേണ്ട കാര്യം എന്താ? അങ്കിളെ, വഴിന്ന് മാറ്. അമ്മ വാ. അതെ കൃഷ്ണ, ഞാൻ തന്നെ മോളെ സ്വീകരിക്കാം. എനിക്ക് നല്ല താല്പര്യമുണ്ട്. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആണ് എന്നുള്ള ഫീലൊന്നും എനിക്കില്ല. കാരണം ഞാനും സെക്കൻഡ് ഹാൻഡാ. ഡെയിലി ഇങ്ങനെ ചൊറിയാൻ നിന്നുണ്ടല്ലോ, എന്റെ ചെരുപ്പിന്റെ ചൂട് നീ അറിയും. വെറുതെ അല്ല കെട്ടിയോനിട്ടിട്ട് പോയത്. ഇതല്ലേ സ്വഭാവം. എന്തടി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? 5-6 മാസം ആയല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്. ഇങ്ങനെ ഒരു കൂടപ്പിറപ്പുണ്ടെന്നുള്ള കാര്യം നീ മറന്നല്ലേ? എന്ത് ചെയ്യാനാ ചേച്ചി? നാട്ടുകാർക്ക് കൃഷ്ണമോളുടെ കാര്യങ്ങൾ പറയാനേ നേരമുള്ളൂ. അതറിയാനാ എല്ലാവർക്കും താല്പര്യം. ഭർത്താവില്ലാത്തവള്, തൻ്റെടി, ഭർത്താവ് കളഞ്ഞിട്ട് പോയവള്, അങ്ങനെ നാട്ടുകാർക്ക് പല ചോദ്യങ്ങളാ ചേച്ചി. ആഹാ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അതറിയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിഷ്ണു അവളെ കുറിച്ചൊരു വിഷയം പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനെന്താ? അവൻ കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ ആ സന, അവളുടെ വീട്ടുകാർക്കാണ് പ്രശ്നം കൃഷ്ണ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. അതിനിപ്പോ എന്താ വേണ്ടത്? അവള് നമ്മളുടെ കൊച്ചല്ലേ. അവളെ അവന്റെ കല്യാണം വരെ മാറ്റി നിർത്തണമെന്നാണ് അവൻ പറയുന്നത്. സനമോളുടെ കുടുംബത്തിന് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പൊ കൃഷ്ണയുടെ കാര്യം പറഞ്ഞ് ആ ബന്ധം മാറ്റി വയ്ക്കുമെന്നാണ് അവന്റെ പേടി. അല്ല, ഈ ഡിവോഴ്സ് വരെ പോകേണ്ട പ്രശ്നം അവർക്കിടയിൽ ഉണ്ടായിരുന്നു ചേച്ചി. നിങ്ങൾ അവളെ കൊഞ്ചിച്ച പോലെ അവൻ അവളെ കൊഞ്ചിച്ചിട്ടില്ലായിരിക്കും. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അതെങ്ങനെ? അവൾ വാ തുറന്ന് വല്ലതും പറയണ്ടേ? കുഞ്ഞുവാവ അല്ലല്ലോ, ആണെങ്കിൽ അടിച്ചെങ്കിലും പറയിക്കുമായിരുന്നു. ഞാൻ അനുവാ. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നേ? നീ ഡിവോഴ്സ് ആയെന്നൊക്കെ അറിഞ്ഞു. നിനക്ക് ആ കുഞ്ഞിനെ കുറിച്ചെങ്കിലും ചിന്തിക്കായിരുന്നു. ഹലോ, ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഡോണ്ട് വറി, എന്നെ വിളിച്ചാൽ മതി. ഞാനിപ്പോ വിളിക്കട്ടെ, ഫോൺ എടുക്കോ? ചേച്ചി, ചേച്ചി ഒന്നിങ്ങി വരോ. എന്താടാ? ചേച്ചിയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇത് കിരൺ, എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടനാ. എന്താ കാര്യം? ഇയാൾ എനിക്ക് എന്തെങ്കിലും ജോലി ശരിയാക്കിയോ? അതൊന്നുമില്ല. പുള്ളിയുടെ ആദ്യ ഭാര്യ മരിച്ചു പോയതാ. അപ്പോൾ പുള്ളി വേറൊരു പ്രപ്പോസൽ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു പുള്ളിയോട്. ഞാൻ നിന്നോട് പറഞ്ഞോ ഞാൻ ഇപ്പൊ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന്? നീയായിട്ട് ഒന്നും പറയുന്നില്ല. നിനക്ക് എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും? മോളുടെ കാര്യമൊക്കെ നോക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ കരുതി നിനക്കൊരു കൂട്ട് വേണം. പിന്നെ കൃഷ്ണ, എനിക്കും തന്നെ ഇഷ്ടമായി. എനിക്കൊരു മോനുണ്ട്, അവൻ എൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ ബന്ധം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ മോനും മോളുമായിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. എന്നാലേ എനിക്ക് വേണ്ടെങ്കിലോ? കൃഷ്ണ, ഇന്നത്തെ കാലത്ത് ഈ 2ാം ഘട്ടമൊക്കെ പതിവാണ്. നിനക്കൊരു സേഫ്റ്റിയോ ആവും. എന്തൊരു സ്നേഹവും കരുതലും ഉള്ള അനിയെ. പിന്നെ നിങ്ങൾ വെറുതെ എവന്റെ വാക്കും കേട്ട് സമയം കളയണ്ട.
ആ വിഷ്ണു കൃഷ്ണ തീരുമാനം മാറ്റുവാണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അവള് തലയ്ക്ക് വല്ല എടുത്ത് ചെറിയാത്ത നന്നായി. എന്തിനാടാ അവളോട് ചോദിക്കാതെ നീ ഓരോരുത്തമാരെ വിളിച്ചോണ്ട് വരുന്നത്? അമ്മ കാണുന്നില്ലേ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ? അവൾ അവിടെ നിന്ന് ഓരോ അഹങ്കാരം കാണിച്ച് ഇറങ്ങി വരും. പിന്നെ മുന്നോട്ട് എന്താണ് നടക്കാൻ പോണെന്ന് അവൾ ചിന്തിക്കുന്ന പോലും. അതും പോട്ടെ, അവൾ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എന്റെ കല്യാണം മുടങ്ങും, അതുകൊണ്ട് ഞാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് എന്ത് കുഴപ്പം? അവള് രണ്ടാം കെട്ടല്ലേ? മോളെ അച്ഛനെ മിസ് ചെയ്യുന്നില്ലേ? മിസ് ചെയ്യുന്നില്ല മാമ, എനിക്ക് അമ്മയുണ്ടല്ലോ. അമ്മ ഉണ്ടെങ്കിലും അച്ഛൻ തന്നെയല്ലേ. മോളെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അച്ഛന്. ഞാൻ വന്നപ്പോൾ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, മോളുടെ കൈ എന്താ അവിടെ ഇവിടെ ചോന്നിരിക്കുന്നത്? അറിയില്ല മാമ, ഓർമ്മയില്ല. എന്തായിരുന്നു മോളെ പ്രശ്നം? മോളിനി സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിൽ പോകുമ്പോൾ മറ്റുള്ള കുട്ടികൾ അച്ഛനെ കൂട്ടി വരും. അന്നേരം മോളോട് അച്ഛൻ ഉണ്ടാവില്ല. അന്നേരം അവരൊക്കെ മോളെ കളിയാക്കൂലേ? അയ്യോ മോളെ കരയല്ലേ? മോളെ നന്നായിട്ട് സ്നേഹിക്കുന്ന, നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു അച്ഛനെ ഞാൻ കൊണ്ടുതരാം. പക്ഷേ മോളും കൂടെ മോളുടെ അമ്മയെടുത്ത് പറഞ്ഞത് സമ്മതിപ്പിക്കും. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതേ ഇഷ്ടം അല്ലെങ്കിൽ എന്നോട് പറയണം, അല്ലാതെ എന്റെ കൊച്ചിനോടല്ല ഓരോന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എനിക്ക് എന്റെ കാര്യം നോക്കണം, എന്റെ കുടുംബത്തിന്റെ മാനം നോക്കണം. ഇനി എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതേ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് എന്റെ കുഞ്ഞിനെ അല്ല കരയിക്കേണ്ടത്. പിന്നെ നീ ആയിട്ട് ഒന്നും പറയാനില്ല. നാട്ടുകാർ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവില്ല. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ പറ. എടാ, ഞാനും ശിവയും തമ്മിൽ പിരിഞ്ഞത് എന്തിനും ആവട്ടെ, അത് ഞാൻ സമയമാകുമ്പോ പറഞ്ഞോളാം. പക്ഷെ ഒരു കുഞ്ഞു കാര്യത്തിന്റെ പേരിൽ ഡിവോഴ്സ് വാങ്ങി എന്റെ കുഞ്ഞിനെ ഞാൻ അച്ഛൻ ഇല്ലാതാക്കത്തില്ല. അതെന്താടാ നീ മനസ്സിലാക്കാത്തെ? എന്തായാലും ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നീ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. നടക്കുമോളെ. കൃഷ്ണ നിക്ക്. എന്താ വിഷ്ണു നിന്റെ പ്രശ്നം? നിന്നെ കുഞ്ഞിലെ എന്നെക്കാൾ കൂടുതൽ എടുത്തോണ്ട് നടന്നത് അവളാണ്. എന്ത് സാധനം കിട്ടിയാലും നിനക്ക് തരാതെ അവള് കഴിച്ചിട്ടില്ല. നിന്നെ പഠിപ്പിക്കാനും സ്കൂളിൽ കൊണ്ടാക്കാനും അവളല്ലായിരുന്നോടാ നിന്റെ കൂടെ? അപ്പൊ നീ വളർന്നപ്പോ അവള് ചെയ്തതെല്ലാം നീ മറന്നോ? നിനക്കൊരു ജീവിതം വേണമെന്ന് വെച്ച് ചേച്ചി അല്ലാതാവൂ? അമ്മ, എന്റെ കല്യാണം നിർത്തടാ. സാമോൾക്ക് ഒരു കുഴപ്പമില്ല. നിനക്കാണ് നാട്ടുകാരെ ഫേസ് ചെയ്യാൻ പ്രശ്നം. ഞാൻ അവളെ വിളിച്ചിരുന്നു. അവളുടെ വീട്ടുകാർക്ക് അതിർത്തി ഉണ്ടെങ്കിലും സനമോൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും. അവളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞല്ലോ. കല്യാണത്തിന് 4 ആളെ ഫേസ് ചെയ്യാൻ നിനക്കാണ് ബുദ്ധിമുട്ട്. ചേച്ചി ഒരു കാരണവും പറയാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവര് ചേച്ചിനെ പല രീതിയിലും ചിത്രീകരിക്കുന്നുണ്ട്. അതാ ഞാൻ. കാരണം ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? എല്ലാവരോടെയും വിളിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് അവളൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ കാരണം ഇല്ലാഞ്ഞിട്ടല്ല. ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ മോൾ എന്താ അനുഭവിച്ചതെന്ന്. അത് ഞാൻ പറഞ്ഞപ്പോഴ് സനമോക്കും മനസ്സിലായിട്ടുണ്ട്. നീ ഇപ്പൊ ഇത്രയും അറിഞ്ഞാ മതി. ഡിവേഴ്സായ എന്റെ മോളെ എന്റെ വീട്ടിൽ നിൽക്കുന്നതിൽ എനിക്ക് നാണക്കേടൊന്നുമില്ല. നിനക്കത് അത്രയ്ക്ക് പറ്റുന്നില്ലെങ്കിലേ നീ നിന്റെ കല്യാണം വേറൊരു സ്ഥലത്തേക്ക് മാറ്റ്. ഇനി നീ അവളോട് ചോദിക്കാതെ ഒരുത്തനെയും വിളിച്ച് നീ അവളെ കാണിക്കണ്ട. എന്റെ മോൾക്ക് ആവശ്യമുള്ളപ്പോ അവള് പറയും. ഡീ, നീ ബാഗ് എടുത്ത് കൊച്ചിനെ വിളിച്ചോണ്ട് അകത്ത് കയറ്.